ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഡേ 3 വന്നേക്കാണ്, കേരള ടു ബോംബെ. അവിടെ ഞങ്ങൾ ടൂറിസത്തിൻ്റെ പാക്കേജ് എടുത്തിട്ട് വന്നേക്കാണ്. അവിടെ ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയി പള്ളി കണ്ടു, പിന്നെ വെൽക്കം ടു ഈസ്റ്റ് വാട്ടർ ഫോർട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ നേരെ ആ വഴി ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോകുന്നത് കടലിലേക്കാണ്. ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവുകയാണ് ആദ്യമായിട്ട്. ഞങ്ങൾ അവിടെ പുഴ അതിമനോഹരമാണ്. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ട് ബോട്ടിൽ ഇടാൻ പോവുകയാണ്. അപ്പോൾ ആ വഴി കുറേ കാക്കകളും പരുന്നുകളും അതിൻ്റെ മേലെ കൊണ്ട് നടക്കുന്നുണ്ട്, പറന്ന് നടക്കുന്നുണ്ട്. ഞങ്ങൾ ബോട്ടെത്തി, ഞങ്ങൾ ബോട്ടിൽ കയറുന്ന വീഡിയോസൊന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്നോട് എല്ലാവർക്കും. അതുകൊണ്ട് അത് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൽ ബോട്ടിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ അടിപൊളിയായിട്ട് സ്ഥലങ്ങൾ കണ്ടു. അടിപൊളിയായിരുന്നു, എക്സ്പീരിയൻസൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ ബോട്ടിലൂടെ കുറേ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ പപ്പയുടെ വെച്ചെന്ന് പറഞ്ഞു അത് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇതിൻ്റെ ബോട്ടുകളാണ്. ഞങ്ങളങ്ങനെ അതൊക്കെ കേട്ട് നല്ല മനോഹരമായ പ്രകൃതി ആസ്വദിച്ച് നോക്കുമ്പോൾ ചുറ്റോളം കുറേ ബിൽഡിങ് പണിയൊക്കെ കണ്ടു. അത് കണ്ടപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. അവിടെ ദൂരത്ത് കുറേ മലകളൊക്കെ കാണാം. അവിടെ ട്രാഫിക്കും കുറേ 2 ടയർ ബസ്സൊക്കെ കണ്ടു. അവിടെ നിറച്ച് 2 ടയർ ബസ്സാണ്. ഞങ്ങൾ അധികം വീഡിയോസൊക്കെ എടുത്തിട്ടില്ല, പക്ഷേ അപ്പോൾ നാളെയാണ് ഇതിൻ്റെ എൻഡായിട്ടുള്ള ദിവസം. പിന്നെ നാളെ ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ വീഡിയോസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ കേരള ടു ബോംബെ എന്ന വീഡിയോ കഴിയുന്നതായിരിക്കും. ഡേ 4 4 ദിവസം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ പിന്നെ രണ്ടാമതായി സ്ഥലത്തേക്ക് പോയത് അവിടെ ഒരു 3D ഹാളുണ്ടായി. അവിടെയും പറഞ്ഞ് ഫോണെല്ലാം അവിടെ അല്ലാതെ ഞങ്ങൾ അവിടേക്ക് എത്തില്ല. പിന്നെ അവിടുത്തെ കൂടെ കടലൊക്കെ കണ്ടു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തുരങ്കങ്ങളുള്ളത് നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടറിലൂടെ ഇത്ര നേരം പോയിരുന്നു. കാരണം മേലെ കൂടെ വെള്ളമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കുറേ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടായി. പിന്നെ ഞങ്ങളുടെ ഗാർഡ് പറഞ്ഞിട്ടുണ്ടായി അവിടെ അമ്പാനിയുടെ വീടൊക്കെ, അമ്പാനിയുടെ ഫ്ലാറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അമ്പാനിയുടെ ഫ്ലാറ്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് കഴിഞ്ഞു പോയി. അവിടെ വലിയ ഫ്ലാറ്റ് അമ്പാനിയുടെ. പിന്നെ ഞങ്ങൾ കുറേ ഷാറൂഖ് ഖാൻ്റെ വീടൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയോണ്ടിരുന്നപ്പോൾ വേറെ കുറേ ദൃശ്യങ്ങൾ കണ്ടു. പുഴയുടെ നടുക്കുള്ള മുസ്ലിം പള്ളി, കടലിൻ്റെ നടുക്കുള്ള മുസ്ലിം പള്ളി, ചുറ്റോളം വെള്ളമായിരുന്നു. വെള്ളമൊക്കെ പറ്റിയിട്ട് ഇവിടെ അവിടെ ആൾക്കാരൊക്കെ കുറേ പോകുന്നുണ്ട്. അവിടെ കുറേ പരുന്തൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു. വെള്ളമായിട്ട് വീണ്ടും ഇങ്ങനെ പള്ളികൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹൈവേ കൂടെ വന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അതിന് മുമ്പ് നമ്മൾ അവിടെ കുറേ റെഡ് കളറിലുള്ള വീടുകളും ബിൽഡിങ്ങൊക്കെ കണ്ടു. നമ്മൾ അടുത്തതായി പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ്. ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോകും. നമ്മൾ അടുത്ത സയൻസിലേക്ക് എത്തി. അവിടെ നടുക്കന്നെ എഴുതിയിട്ട് ഐ ലവ് സയൻസ്. അപ്പോൾ സയൻസിൻ്റെ പരിപാടികളാണ് അവിടെ നിറച്ച് അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവിടെ നോക്കിയപ്പോൾ കണ്ടു അവിടെ ഒരു കാറ്. അത് ഏത് രീതിയിൽ പൊക്കിയാലാണ് പൊങ്ങുള്ളതൊക്കെ അത് അവിടെ കണ്ടു. പിന്നെ കുറേ സയൻസിൻ്റെ പരിപാടിയായിട്ടുള്ളത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ പാർക്കും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ കണ്ട 3D പ്രിൻ്റേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സയൻസിൻ്റെ ഒരു വലിയൊരു ഹാളിൽ കയറി. അപ്പം തന്നെ കണ്ടപ്പോൾ കുറേ ഒട്ടോവൻസും ഡൈനോസറും റൈനോവും എല്ലാം കണ്ടിട്ടുണ്ടായി. കുറച്ചും കണ്ടു കുറേ സാധനങ്ങൾ. അപ്പം നമ്മൾ സയൻസിൻ്റെ വീഡിയോ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ പോയി കാണും. പിന്നെ പാട്ട് വെച്ചാൽ നിങ്ങൾ പോയി കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറയുന്നത്
പോയി. അവിടെ അറിഞ്ഞപ്പോൾ തന്നെ നെഹ്റുവിൻ്റെ കുറേ സ്കൾച്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായി. നൈറ്റിലത്തെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നൈറ്റിൽ ബോംബെ കാണുമ്പോൾ എന്താ അതിമനോഹരമാണല്ലേ. അപ്പോൾ ഞങ്ങൾ അത്രയും കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ബായ്.